കോഴിക്കോട് നെല്ലിക്കോട്ട മണ്ണിടിച്ചിൽ തൊഴിലാളി മരിച്ച സ്ഥലത്തെ ഫ്ളാറ്റ് നിർമ്മാണം അനധികൃതമായിരുന്നു എന്ന് കണ്ടെത്തൽ. നിർമ്മാണത്തിനെതിരെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടെന്ന് പറഞ്ഞാണ് നിർമ്മാണം നടത്തിയത്. കോഴിക്കോട് നെല്ലിക്കോട് അനധികൃത കെട്ടിട നിർമ്മാണത്തിനിടെ ഇന്നലെ ഇതര സംസ്ഥാനക്കാരനായ പശ്ചിമബംഗാൾ സ്വദേശി എലാഞ്ചറാണ് മരിച്ചത്. ഇവിടെ നിരവധി വീടുകളുടെ വഴിയാണ് പൂർണ്ണമായിട്ടും ഇല്ലാതായത്. നമ്മളൊപ്പം ഇവിടുത്തെ പരിസരവാസികൾ ചേരുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു അപകടം വല്ലാത്തൊരു ആഘാതമായിരുന്നു. അതങ്ങനെ തന്നെ. ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഉറക്കന്നെ കിട്ടിയില്ല. രാത്രി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വീട് താഴെ എത്തും. അത് പേടിച്ചിട്ട് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം പേടിയാവുന്നുണ്ട്. എന്താ ആവുക അറിയില്ല. ഞങ്ങളെ വീടൊക്കെ ഭയങ്കര കുലുക്കുക. ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ വീട് കുലുങ്ങിയിട്ടാണ് ഞങ്ങൾ എണീറ്റ് പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് ഇത് ഇടിയുന്നത് ശ്രദ്ധപ്പെടുന്നത്. ഇവിടെ റെസിഡൻസിൻ്റെ പേരിലൊക്കെ കംപ്ലൈൻറ്റ് പോയതാണ്. അപ്പോൾ നമ്മൾ അലീസി എന്ന് പറഞ്ഞാൽ അവരൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഇവർ കോടതി ഇങ്ങനെ എടുക്കരുതെന്ന് വേണ്ടി പറഞ്ഞതാണ് മണ്ണെടുക്കരുത്. അപ്പോൾ അവരെന്താ ചെയ്തത് വെച്ചാൽ മുകളിൽ കുറച്ച് നീട്ടി വെച്ചിട്ട് താഴത്തുനിന്ന് അടിയിൽ തുറന്നെടുത്ത്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങനെ അപകടം ഉണ്ടാവാൻ കാരണം അതാണ്. അടിയിൽ ഇങ്ങനെ തുറന്നെടുത്തതിന് മുകളിൽ ലോഡ് വരുമ്പോൾ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഈർപ്പായി വരുമ്പോൾ ഇടിഞ്ഞ് വീണാണ് ഇപ്പോൾ ഉണ്ടായത്. അതായത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു അപകടം വരുത്തി വെക്കണം എന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രവൃത്തിയായി പോയി. കണ്ടിട്ട് അങ്ങനെയാ തോന്നാണ്. ഇത്ര ഹൈറ്റിലൊരു ഇപ്പൊ 23 കോല് ഉള്ളൊരു കിണറുണ്ടാണ്. അപ്പൊ അത് പോകാൻ അതിനെക്കാട്ടും താഴത്തിനപ്പോൾ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്. അപ്പൊ ആർക്കറിയാം ഇത്ര ഒരു വഴിക്ക് ലെവലാക്കിയിട്ട് മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇടിഞ്ഞ് വീഴും എന്നുള്ളത് ഏതൊരു ആൾക്കും സാമാന്യബോധമുള്ള ആൾക്കും മനസ്സിലാവുന്നതാണ്. ഒരു പ്രവൃത്തി ദിവസമായിരുന്നു ഈ നിർമ്മാണം നടന്നിരുന്നെങ്കിൽ അപകടത്തിൻ്റെ തോത് വലിയ തോതിൽ ഇനിയും വർദ്ധിച്ചേനെ എന്നാണ്. അത്രയേറെ ആശങ്കയോടുകൂടിയാണ് ഇവർ ഇവിടെ കഴിയുന്നത്. മഴ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്ന ആ വീട് ഇനി അത് വാസയോഗ്യമല്ല. അത് പൂർണ്ണമായിട്ടും താഴത്തേക്ക് ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം ആ മണ്ണ് ആ വീടിനോട് ചേർന്നാണ് ഇപ്പോൾ ആ ഒരു മല നിൽക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരവസ്ഥ കൂടിയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.